ഹലോ മൈ ഡിയർ സോൾമേറ്റ്സ്. നമുക്ക് ഭദ്രാളിയമ്മ എന്താ പറയുന്നതെന്ന് നമുക്ക് നോക്കാം. നന്നായിട്ട് അമ്മയെ മനസ്സിൽ വിചാരിച്ച് പ്രാർത്ഥിക്കുക. നിങ്ങളെ കുറേ പേര് നിങ്ങളെ യൂസ് ചെയ്തതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ കുറേ പേര് നിങ്ങൾക്ക് കുറേ കണ്ണീർ, അതുപോലെ തന്നെ നിങ്ങൾക്ക് കുറേ ശാരീരിക വയ്യാഴ്മയൊക്കെ കാണപ്പെടുന്ന ഒരു അവസ്ഥയിലൂടെയാണ് ഇപ്പോൾ നിങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കിവിടെ ഒരു പ്രാക്കദോഷം കാണുന്നുണ്ട്. ഒരു സ്ത്രീ നിങ്ങളെ ഇരുന്ന് പ്രാവുന്നതായിട്ടാണ്. ചിലപ്പോൾ നിങ്ങൾ ഒരു അമ്മായിയോ, ചിലപ്പോൾ നിങ്ങളെ ഒരു എന്താ പറയുക, നിങ്ങൾക്ക് അറിയാവുന്ന ഒരു വ്യക്തി ആയിരിക്കും ഈ ഒരാൾ. ചിലപ്പോൾ നിങ്ങളുടെ അമ്മയോ അമ്മായിയമ്മയോ അങ്ങനെയുള്ള ആൾക്കാർ. നിങ്ങൾക്ക് ഈ കണ്ണീർ, പ്രാക്കദോഷം എന്നിവ കിട്ടിയതിന് ശേഷം നിങ്ങൾക്ക് ശാരീരിക വയ്യാഴ്മ ഉണ്ട്. അതുപോലെ തന്നെ ജോലിയിൽ തന്നെ സമാധാനമില്ല, സാറ്റിസ്ഫാക്ഷൻ ഒന്നുമില്ല. നിങ്ങളുടെ റിലേഷൻഷിപ്പിലും ഒരുപാട് മാറ്റങ്ങൾ വന്നിരിക്കുന്ന ഒരവസ്ഥയായിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങളെ യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്ന ആൾക്കാർ അവർ പൈസ മേടിക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഏതോ ഒരു സ്ത്രീ ഇവിടുന്ന് നിങ്ങളെ നന്നായിട്ട് പ്രാവുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ അമ്മായിയമ്മയോ ചിലപ്പോൾ നിങ്ങളുടെ ആൻറ്റിമാരാരെങ്കിലും ആയിരിക്കും. എന്തൊക്കെയോ തർക്കങ്ങൾ നടക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർ നിങ്ങളെ ഒരുപാട് ഇരുന്ന് പ്രാവുന്നുണ്ട്. അതൊക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങളെ ഒരുപാട് ബാധിക്കുന്നുണ്ട്. അതുപോലെ നിങ്ങളെപ്പറ്റി ഗോസിപ്പ് പറയുന്ന ഒരു സ്ത്രീയാണിവർ. അതുപോലെ തന്നെ നിങ്ങളുടെ ഭർത്താവിൽ നിന്ന് അകറ്റുന്നു, നിങ്ങളുടെ പാരൻസിൽ നിന്ന് അകറ്റുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ നിന്ന് പോലും കുത്തിത്തിരിപ്പുണ്ടാക്കാൻ കഴിവുള്ള ഒരാളായിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങൾക്ക് പക്ഷേ ഡിവൈൻ്റെ ഒരു പ്രൊട്ടക്ഷൻ ഇവിടെ ഉണ്ട്. ദേവിയുടെ നല്ലൊരു പ്രൊട്ടക്ഷൻ ഉണ്ട്. ദേവി എപ്പോഴും നിങ്ങളെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങളുടെ ഈ ഒരു അവസ്ഥയൊക്കെ തീർച്ചയായിട്ടും മാറും. നിങ്ങൾ പ്രാർത്ഥിക്കുക, അമ്പലത്തിൽ പോവുക, അതുപോലെ തന്നെ അമ്മയ്ക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക. അതൊക്കെയാണ് നമ്മളിപ്പോൾ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്. അതുപോലെ തന്നെ ചുമന്ന പൂക്കൾ തന്നെ എനിക്ക് കൊണ്ടുതരണം എന്നാണ് അമ്മ പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ ഒരുപാട് എനർജി ലോസ് ആക്കാണ്ട് നിങ്ങൾ കുറച്ച് സമാധാനത്തോടെ ഇരിക്കുക എന്നാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. റിലേഷൻഷിപ്പിലാണെങ്കിൽ പോലും ഈ ഒരു വ്യക്തി കാരണം നിങ്ങൾക്ക് രണ്ടുപേരും സെപ്പറേറ്റ് ആവാനുള്ളതൊക്കെ ഒരു ചാൻസസ് കാണുന്നുണ്ട്. ഫാമിലിയൊക്കെ ശരിക്കും അവിടെ ഒരു വലിയൊരു വഴക്കൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഈ ഒരു സ്ത്രീ ശരിക്കും മാനിപ്പുലേഷൻസൊക്കെ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ പാർട്ട്ണറിനെയൊക്കെ നിങ്ങളെ നിന്നും അകറ്റുന്ന ഒരു വൃത്തികെട്ട സ്ത്രീയാണ് ഇവർ. ഇവർക്കൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെ ഇവർ ഒരുപാട് ഗോസിപ്പ് പറയുന്നുണ്ട്. നിങ്ങളൊരു ഭ്രാന്തിയാണ് എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നതായിട്ടും നിങ്ങൾ ഒരു യൂസിനും കൊള്ളാത്തൊരാളാണെന്നൊക്കെ പറഞ്ഞ് നടക്കുന്നുണ്ട്. പക്ഷേ നിങ്ങളെയാണ് ഇവർ മുതലെടുക്കുന്നത് എന്ന് കൂടെ നിൽക്കുന്നവർ പോലും മനസ്സിലാക്കുന്നില്ല. നിങ്ങളുടെ പണവും സ്വർണവും നിങ്ങളുടെ സമയം, ക്വാളിറ്റി ഓഫ് ടൈമും നിങ്ങളുടെ എഫേർട്സും ഒന്നും അവർ വാല്യൂ തരാത്ത ഒരു സ്ത്രീ ആയിട്ടാണ് കാണപ്പെടുന്നത്. ഓക്കെ, തീർച്ചയായിട്ടും നിങ്ങളെ അമ്മ സഹായിക്കും. അമ്മയുടെ ദേവി കവചം പ്രാർത്ഥിക്കുക, ധ്യാനിക്കുക, അമ്മയുടെ പ്രാർത്ഥനകളൊക്കെ ചൊല്ലുക എന്നതാണ് നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഒരു നല്ല കാര്യം. നിങ്ങളുടെ സമയം കുറച്ച് മോശമാണ്. സോ അതുകൊണ്ട് നിങ്ങൾ കുറച്ചും കൂടെ കെയർഫുള്ളായിട്ടിരിക്കുക. നിങ്ങൾ ചിലപ്പം പറയുന്നത് പോലും അവർ ആ ഒരു സെൻസിലെടുക്കാനൊക്കെ ഉള്ള ഒരു ചാൻസസ് വളരെ കുറവാണ്. സോ ബി കെയർഫുള്ളായിട്ടിരിക്കുക. അതുപോലെ തന്നെ അമ്മയുടെ മന്ത്രങ്ങളൊക്കെ ജപിച്ചുകൊണ്ടിരിക്കുക എന്നതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ അടുപ്പിച്ച് തന്നെ ചെയ്യണം. ഇന്നൊരു ദിവസം ചെയ്തു, നാളെ ഒരു ദിവസം ചെയ്യാണ്ടിരിക്കുക, അങ്ങനെയല്ല. നിങ്ങൾ അടുപ്പിച്ച് തന്നെ ചെയ്തുകൊണ്ടിരിക്കുക, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് മാറ്റം കാണാൻ സാധിക്കും.